ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. പെരുന്നാളായി, അതിൻ്റെ പിന്നാലെ വിഷു ആയി. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ കൈയും കാലൊക്കെ നോക്ക്, അപകടങ്ങളൊന്നും വലിച്ച് വരുത്തരുത്. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ജീവിതത്തിലോട്ട് എടുക്കാൻ പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കണ്ടിരുന്നിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. ഒന്നും പറ്റിയില്ലെങ്കിൽ വല്ല സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, ആ ഒരു കോഴ്സിനെങ്കിലും പോവാം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നേരം വൈകാതെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. OnePlus Nord CE4 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 24,999 രൂപയ്ക്കാണ് ആ ഒരു ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ട്, കൂടുതലായിട്ട് ഒന്നും വന്നിട്ടില്ല. എന്തായാലും 5500-ൻ്റെ വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ബാറ്ററി ലൈഫ് വേണ്ട ആളുകൾക്ക് ആ ഒരു ഫോൺ നോക്കാം. പ്രത്യേകിച്ച് കാർഡ് ഓഫറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല കേട്ടോ. 24,999 തന്നെയാണ് കണ്ടത്. ഇതേ ചിപ്സെറ്റ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3യുടെ ചിപ്സെറ്റാണ്. ഈ ഒരു ചിപ്സെറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് മോട്ടറോള എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഫോൺ ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫോണിൽ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് AI പവേർഡ് ക്യാമറയാണ് വരുന്നത്, IP68-ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, 10 വാട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 29,999 രൂപയ്ക്കാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം ചിപ്സെറ്റുകളാണ്, പക്ഷേ 5000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു 5000 രൂപയ്ക്കുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് അവിടെ വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. ക്യാമറയാണെങ്കിലും മറ്റ് ഫീച്ചേഴ്സൊക്കെ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഹലോ UI എന്ന് പറയുന്നതൊക്കെ വളരെ രസകരമായിട്ട് തോന്നി. എല്ലാ ഫോണുകളും AI ലോകത്തിലോട്ട് പോകുമ്പോൾ OnePlus മാത്രം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരും ഈ ഒരു AI ഫീച്ചേഴ്സിലോട്ട് വരികയാണ്. അവരുടെ ഗാലറി ആപ്പിൽ, അതായത് ആൽബം ആപ്പിൽ ഇനി മുതൽ നമുക്ക് ഫോട്ടോസിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇറേസർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ജനറേറ്റീവ് AI വെച്ചുകൊണ്ട് നമുക്കൊരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാനും അതിനുള്ള സംഭവങ്ങളൊക്കെ സാധിക്കും. സോ വരുന്ന അപ്ഡേറ്റ് വഴി ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണുകളിലോട്ട് കിട്ടും. OnePlus 11 സീരീസ്, 12 സീരീസ്, അതുകൂടാതെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തിറങ്ങിയ Nord CE4, ഇത്രയും ഫോണുകളിലാണ് ആദ്യം കിട്ടുക. യൂറോപ്യൻ യൂണിയൻ ആപ്പിളിനെ വിടാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആൽബം ആപ്പ് ഉണ്ടല്ലോ ആപ്പിളിൻ്റെ, അതുകൂടി അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റണമെന്നാണ് പറയുന്നത്. അതായത് ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷൻ അവിടെ പാടില്ല എന്നാണ് ചുരുക്കം എന്ന് തോന്നുന്നു. എന്തായാലും ആൽബം ആപ്പ് കൂടി ഡിലീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ്, മറ്റ് തേർഡ് പാർട്ടി ഗാലറികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം എന്നാണ് EUൻ്റെ പുതിയൊരു നിയമം വരുന്നത്. എനിക്ക് മിക്കവാറും ആപ്പിളിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർ ഇനി യൂറോപ്യൻ യൂണിയനിലുള്ള ആരും ഫോൺ എടുക്കണ്ട, സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിട്ടു പോരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അത്രയ്ക്കധികം ആപ്പിളിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഇച്ചിരി ഓവറാണ് കേട്ടോ. ഈ ഗാലറി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യണം, അത് ഇതെന്നൊക്കെ പറയുന്നതൊക്കെ കുറേ അനാവശ്യമായിട്ടുള്ളൊരു ചൊറിച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവസി, അവരുടെ കുറച്ച് ആ ഒരു ധാർഷ്ട്യം, അതൊക്കെ കൊണ്ടാണ് പലരും ഇഷ്ടപ്പെടുന്നത്. അതുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആപ്പിളായിട്ടിരിക്കുന്നതിൽ എന്താ അർത്ഥം? എനിക്ക് തോന്നിയ കാര്യമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആപ്പിൾ പെൻസിൽ 3യുടെ ഒരു റെൻഡർ ഇമേജ് എന്ന് പറയുന്നത്. ഒറിജിനലാണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, ലീക്ക്ഡ് ഇമേജ് ആണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് കണ്ടാൽ മതി. ആപ്പിൾ 16-ൻ്റെ കുറച്ച് ഡമ്മി ഇമേജുകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഇമേജുകൾ പ്രകാരം നമ്മളുടെ ആക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ 15 Proയിലും Pro Maxലും ഉണ്ടായിരുന്ന ആ ഒരു ആക്ഷൻ ബട്ടൺ ഈ വർഷത്തെ എല്ലാ മോഡലുകളിലും വരുന്നുണ്ട്. സോ അങ്ങനെ തന്നെയാണ് അവരൊരു പുതിയൊരു ഫീച്ചർ ഇറക്കുമ്പോൾ ആദ്യം പ്രോ മോഡലിൽ കൊണ്ടുവരും, പിന്നെ നോൺ പ്രോ മോഡലിലും കൂടി കൊണ്ടുവരും. ഇതിൽ മറ്റൊരു കാര്യം കൂടി കാണാനായിട്ട് സാധിച്ചത്, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ടും അതേപോലെ ഫോക്കസ് ചെയ്യാനായിട്ടും ആ ഒരു ക്യാപ്ചർ ബട്ടണും കൂടി ഈ എല്ലാ മോഡലുകളും കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. സോ അതിനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒരു ക്യാപ്ചർ ബട്ടൺ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രോ മോഡലുകളിൽ കൊണ്ടുവരും, പിന്നീട് നോൺ പ്രോ മോഡലുകളിലും കൊണ്ടുവരും. അങ്ങനെയാണ് ഒരു ചാൻസ് വരുന്നത്. ബീറ്റ് ഓഡിയോയുടെ സൈഡിൽ നിന്ന് ബീറ്റ് ഫിറ്റ് പ്രോ ഏലോ യോഗ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TWS പുറത്ത് വന്നിട്ടുണ്ട്. എന്ത് പേരല്ലേ, കുറച്ച് ചെറിയ പേരൊക്കെ ഇട്ടൂടെ. എനിവേ നമുക്കറിയാം ബീറ്റ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ അത് ആപ്പിളിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ H1 ചിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു TWS വരുന്നത്. അതുകൂടാതെ സ്പേഷ്യൽ ഓഡിയോ, അതേപോലെ ഹെഡ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെഡ്ഫോണിലും ഈ ഒരു TWSലും വരുന്നുണ്ട്. ഏകദേശം $200 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഗൂഗിൾ അവരുടെ AI സർവീസുകൾക്ക് അധികം വൈകാതെ ചാർജ് ഈടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വരും വർഷങ്ങളിൽ ഈ ജെമിനി പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ആയിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പാക്കേജ് ആയിട്ട്
ഈ AI നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാത്ത പക്ഷം ലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിസേബിൾ ആയിരിക്കും. എങ്ങനെയാണ് അത് അവർ ഗൂഗിൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളതൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഫോൺ ഏപ്രിൽ 12 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പെക്കുകൾ കുത്തി നിറച്ച് വെച്ചിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് കേട്ടോ ഇത്. 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്, അങ്ങനെ അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പവർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് X1 ചീറ്റ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പും കൊടുത്തിട്ടുണ്ട്. 4 വർഷത്തെ ബാറ്ററി ഡ്യൂറബിലിറ്റി കിട്ടുമെന്ന് ഇവർ ഇൻഫിനിക്സ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ 20,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നു എന്നതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത വരുന്നത്. ലോഞ്ചിങ് ഓഫറായിട്ട് 18,000 രൂപ വരെ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. സോ 12 ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. iQ12 ഒരു ആനിവേഴ്സറി എഡിഷൻ ഫോൺ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോൺ 9 ഏപ്രിൽ 9 വരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ BMW എഡീഷനോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ എഡീഷനോ കാര്യങ്ങളോ ഒന്നല്ല വരുന്നത്. ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഡെസേർട്ട് റെഡ് എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്റേണൽസിലോ മറ്റ് സ്പെക്കിലോ ഒരു വ്യത്യാസവും ഇല്ല. ഈ ഒരു ഡെസേർട്ട് റെഡ് കളറിലാണ് വരുന്നത്, അത്രമാത്രം. ഈ ഒരു കളർ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്, അടിപൊളിയാണ്. ഇപ്പോൾ ഈ വൈറ്റ് എടുത്തവർ അല്ലെങ്കിൽ ബ്ലാക്ക് എടുത്തവർക്കൊക്കെ ഈ ഒരു റെഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരും ഈ ഒരു പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ ഈ ഒരു മോഡൽ തന്നെ ഇവരുടെ കമ്പനിയുടെ ഫോൺ തന്നെയല്ലേ എടുത്തത്. ഇത് ഭയങ്കര മോശം പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് കളറേ എടുക്കുകയുള്ളൂ, കാരണം അത് അത്രയും രസമുണ്ട് കാണാനായിട്ട്. ആ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലാക്കിലോട്ട് പോകും. സ്പെഷ്യൽ എഡിഷൻ വരുന്നതെന്ന് അറിയാണ്ട് ഈ ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ കളർ എടുത്തവരുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. ഭയങ്കര മോശമാണ്, ഭയങ്കര മോശമാണ്. നത്തിങ് പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു തവളയും വണ്ടും എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ 18 ബാക്കി കാര്യങ്ങൾ അറിയാമെന്നാണ് നത്തിങ് പറയുന്നത്. ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഇയർ 3 എന്ന് പറയുന്ന TWS ആയിരിക്കാം ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും 18 ബാക്കി ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച റിയൽമിയുടെ സൈഡിൽ നിന്ന് C65 എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീലിയോ G85 എന്ന് പറയുന്ന പ്രൊസസ്സർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 10,999 രൂപയാണ്. സോ ഈ ഒരു പ്രൈസിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോട്ടറോള G34 ആയിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് C65 എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട്. റിയൽമി GT Neo 6E എന്ന് പറയുന്ന ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3യുടെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 7 Gen 3 അല്ല, 7+ Gen 3യുടെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. പ്രൈസ് കാര്യങ്ങളൊന്നും ഇതുവരെ അറിയില്ല, ഇന്ത്യയിലോട്ട് എന്ന് വരും എന്നുള്ളതും അറിയില്ല. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് Redmi 13 Pro Plus ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈൻ ഓർമ്മ വന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് M15 ആൻഡ് M55 എന്ന് പറയുന്ന 2 ഫോണുകൾ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2 ഫോണിലും സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവും. 6000 mAh ബാറ്ററിയും വരുന്നുണ്ടാവും. ഇതിൽ M15 എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത F15 ഒരു റീനെയിംഡ് വെർഷൻ അല്ലെങ്കിൽ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ MediaTek Dimensity 6100 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി M55 കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് കാര്യങ്ങളെല്ലാം ആസ് എക്സ്പെക്റ്റഡ് M55 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും. M15 ഏകദേശം 12,000 13,000 ആ ഒരു റേഞ്ചിലായിരിക്കും. സോ അങ്ങനെയാണ് ആ 2 ഫോണുകൾ നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഗാലക്സി ടാബ് S9 എന്ന് പറയുന്ന ഒരു മോഡൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാംസങ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ മലേഷ്യയിൽ അത് അവൈലബിൾ ആണ്. അധികം വൈകാതെ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലോട്ടും അത് വരും. പാരന്റൽ കൺട്രോളുകൾ അതിലുണ്ടായിരിക്കും. സോ അത്തരം ഫീച്ചേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടാബ് സാംസങ് പുറത്തിറക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച One UI 6.1 അതായത് ഗാലക്സി AI ഫീച്ചേഴ്സ് അടങ്ങിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ S23 സീരീസിലുള്ള ഫോണുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം S23 മോഡലുകളിൽ ടച്ച് വർക്ക് ചെയ്യാത്ത ഒരു ഇഷ്യൂ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് പറയുന്നത് അത് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമല്ല. ഗൂഗിൾ ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ന്യൂസുകളൊക്കെ കാണുമല്ലോ. ആ ഒരു ആപ്ലിക്കേഷൻ്റെ എറർ കൊണ്ടാണ് ഇത്തരത്തിൽ ടച്ച് വർക്ക് ചെയ്യാത്തത് എന്നാണ്. ഒന്നുകിൽ ഫോൺ കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫീഡുകൾ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് രണ്ടാമത് ഗൂഗിൾ ലോഗിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ആ ഒരു ആർട്ടിക്കിൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ S23 സീരീസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടച്ച് വർക്ക് ചെയ്യാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്യാം. കാരണം ഫോർമാറ്റ് ചെയ്തിട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കാൻ വരരുത്. ഓക്കെ, അടുത്തത് ഒരു റൂമറാണ്. സാംസങ് ഗാലക്സി ഫോൾഡ് ഫ്ലിപ്പ് സീരീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു FE എഡിഷൻ ഫാൻ എഡിഷൻ ഫോണുകൾ പുറത്തിറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. എനിക്കത് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. കാരണം ഓൾറെഡി ഫോൾഡ് ഫ്ലിപ്പ് 6 സീരീസ്
1-2 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങുന്നുണ്ട്. മുൻ വർഷത്തേനേക്കാളും വില കുറയ്ക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു FE എഡിഷൻ പുറത്തിറക്കാനുള്ള ഒരു സാധ്യത വളരെ വളരെ കുറവാണ്. എന്തായാലും ഇങ്ങനെ ഒരു റൂമർ മൊത്തത്തിൽ കാറ്റിൽ പറന്ന് നടക്കുന്നുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, വിവോയുടെ സൈഡിൽ നിന്ന് വിവോ V30 ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. ഇതൊരു 4G ഫോണായിരിക്കും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളൂ. എന്ന് റിലീസാവും, ഇന്ത്യയിലോട്ട് വരുമോ അതോ മറ്റ് രാജ്യങ്ങളിലോട്ടാണോ ചൈനയ്ക്കാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും വിവോ V30 ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപകടങ്ങളൊന്നും വരുത്തി വെക്കാതെ ആഘോഷങ്ങൾ മുന്നോട്ട് പോട്ടെ. പിന്നെ ഈ ഒരു 2 മാസത്തെ വെക്കേഷൻ അത് കുറച്ച് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോ ആയിട്ട് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുക. വെറുതെ മൊബൈൽ നോക്കി റീൽസ് നോക്കി ഷോർട്സ് കണ്ട് സമയം കളയരുത്. എഫക്റ്റീവായിട്ട് ആ ഒരു സമയം വിനിയോഗിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.